സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സത്യസ്വരൂപമേ നിൻ പ്രകാശത്തിനാൽ നിത്യം വിടരുമാറാവുകൻ ജീവിതം എൻ കരളിങ്കൽ നിറയുമാറാകനിൻ സങ്കൽപ്പസത്തിൻ സമദ്രമാം മാധുരി മുറ്റുമതിൽ നിന്നുയർന്ന നിർവാച്യമായി ചുറ്റും സുരഭിലോന്മാദം ഭാരത്തുക എന്നും എനിക്കു നിറം പീഡിപ്പിക്കുക നിന്നുജ്വലാനുഗ്രഹത്തിൻ്റെ രശ്മികൾ വീണുപോയെങ്കിലോ തൃച്ചേവടിക്കതു ചെണുറ്റൊരർച്ചനയാകുമാറാവുക. സത്യസ്വരൂപമേ നിൻ പ്രകാശത്തിനാൽ നിത്യം വിടരുമാറാവുകൻ ജീവിതം. അടുത്തതായി ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുന്നതിനും നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയവരെ അനുസ്മരിച്ചുകൊണ്ട് അനുശോചനം അറിയിക്കുന്നതിനുമായി നമ്മളുടെ പ്രസിഡന്റ് ശ്രീ സുകുമാരൻ മാഷ് വേദിയിലേക്ക് വരുന്നു. ആദ്യമായി ഇവിടെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ നരവേട്ടയ്ക്ക് മറുപടിയായി ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ടിരിക്കുന്ന യുദ്ധതന്ത്രത്തിലൂടെ മറുപടി കൊടുത്ത ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ധീര ജവാന്മാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രഥമ കടമ ഇവിടെ നിർവഹിക്കുകയാണ്. ഇവിടെ ധീരജവാന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഭാരതമാതാ കീ ജയ്, ഭാരതമാതാ കീ ജയ്, ഭാരതമാതാ കീ. അതുപോലെ പഹൽഗാമിൽ പൊലിഞ്ഞ ജീവിതങ്ങൾക്ക് വേണ്ടിയും തുടർന്ന് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ മരണമടഞ്ഞവരെയും ഈ യോഗത്തിൽ അനുസ്മരിക്കുന്നു. അതുപോലെ ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷനായിരുന്ന മാർപ്പാപ്പയുടെ യോഗത്തിൽ നമ്മുടെ കുടുംബാംഗമായിരുന്ന ചെട്ടിയിൽ കുഞ്ഞൻ തങ്കപ്പന്റെയും മരണത്തിൽ ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നു. അതിനായി ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് അനുശോചനത്തിൽ പങ്കാളികളാണ്. താങ്ക് യു. ഇന്നത്തെ ഈ യോഗത്തില് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് MCRയുടെ സെക്രട്ടറി ശ്രീ ശിവദാസ് സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് MCR കുടുംബാംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനും സാഹിത്യകാരന്മാർക്ക് ആദരവർപ്പിക്കുന്നതിനും ലഹരി മുക്തിക്കെതിരെ മയക്കുമരുന്നിനെതിരെ ഉള്ള ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് ശ്രമിക്കുവാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇവിടെ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. സ്വാഗത പ്രസംഗം നടത്താൻ അവസരം നിന്ന MCR ഭാരവാഹികളെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന MCR പ്രസിഡന്റ് ശ്രീ KN സുകുമാരൻ അവരുടെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം ചെയ്യും. നമ്മുടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് നഗരസഭ കൌൺസിലറും മേഖലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ PG സുനിൽകുമാർ അവരാണ്. നമ്മുടെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അബുദാബി
ശക്തി അവാർഡ് ജേതാവും നിരൂപകനും ഈ നാട്ടുകാരനുമായ ശ്രീ MK ഹരികുമാർ സാർ അവരാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ലഹരി വിരുദ്ധ പരിപാടി പ്രസംഗം നടത്തുവാനായിട്ട് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞ ശ്രീ CB അച്യുതൻ സാർ ഉടനടി എത്തിച്ചേരുന്നതാണ്. അദ്ദേഹം ഉടനടി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാസ്റ്റർ വളണ്ടിയറാണ് അദ്ദേഹം. വരുന്നവർക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളാം. പിന്നെ ആശംസ പ്രസംഗങ്ങൾ നടത്തുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ നഗരസഭാ കൗൺസിലറും NCR അംഗവുമായ ശ്രീ PC ഭാസ്കരൻ അവളാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ MK ഇലിയാസ് അവരാണ്. നമ്മുടെ NCR മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ കമ്മിറ്റി അംഗവുമായ അദ്ദേഹത്തിന് സ്നേഹനിർഭരമായ സ്വാഗതം ആശംസിക്കുന്നു. NCRയുടെ വൈസ് പ്രസിഡന്റും CDS ചെയർപേഴ്സണുമായ ശ്രീമതി ദീപ ഷാജിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഈ പരിപാടി നടത്താൻ അവസരമൊരുക്കുന്ന ഉള്ളൂരിക്കൽ തമ്പിച്ചേട്ടനും കുടുംബാംഗങ്ങൾക്കും ഈ വേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഈ വേദിയിലേക്ക് ഈ സദസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഫോട്ടോയിലും പത്ര മാധ്യമങ്ങൾ വഴിയും TV മാധ്യമങ്ങൾ വഴിയും ചാനൽ മുഖാന്തരവും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്നിരിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് MCRയുടെ പ്രസിഡന്റ് ശ്രീ KN സുകുമാരൻ സാറാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ PG സുനിൽകുമാർ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നിരൂപകനും സാഹിത്യകാരനുമായ ശ്രീ MK ഹരികുമാർ, MCRയുടെ ആരാധ്യനായ രക്ഷാധികാരി ശ്രീ കൃഷ്ണകുട്ടിച്ചേട്ടൻ, MCRയുടെ എല്ലാ കാര്യങ്ങളും കൂടി നടന്ന് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സെക്രട്ടറി ശിവദാസ് സാറ്, അതുപോലെ ഖജാൻജി പ്രശാന്ത്, ജോയിന്റ് സെക്രട്ടറി മാത്യു, മുൻ പ്രസിഡന്റ് ഏലിയ സാർ, നമ്മുടെ കൂത്താട്ടുളം മുനിസിപ്പൽ കൗൺസിലറും നമ്മുടെ കുടുംബാംഗവുമായ PC ഭാസ്കരൻ, ദീപ ഷാജി, മറ്റ് കുടുംബാംഗങ്ങളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന കാര്യം എല്ലാവരും നോട്ടീസ് വഴി അറിഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിനെ ഒരാമുഖം പോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ നിർത്താം എന്ന് വിചാരിക്കുന്നു. പ്രധാനമായും ഇന്ന് നമ്മൾ ഒരു ലഹരി വിരുദ്ധ പ്രചാരണം, ലഹരി എന്ന് പറയുമ്പോൾ ലഹരിയല്ല, ശരിക്കും മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പ്രചരണമാണ് നമ്മൾ ഇന്ന് മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പ്രചരണമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നടത്താൻ ഉദ്ദേശിച്ചത്. ഇത് കഴിഞ്ഞ മാസം നടത്തുന്നതിന് വേണ്ടി ഈ ലഹരി വിരുദ്ധ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിന്
ഇതിന് മുമ്പിൽ നിന്ന നമ്മുടെ രക്ഷാധികാരി കൃഷ്ണൻകുട്ടി ചേട്ടനോടുള്ള പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കൃഷ്ണൻകുട്ടി ചേട്ടന്റെയും നമ്മുടെ തമ്പിച്ചേട്ടന്റെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ മനുഷ്യച്ചങ്ങലയും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തു വന്നത്. അത് കഴിഞ്ഞ മാസം ആലോചിച്ചപ്പോഴ് ഈ ലഹരി വിരുദ്ധ പരിപാടി ആയതുകൊണ്ട് അതിന് വലിയ ഓഡിയൻസ് ഒക്കെ കിട്ടുമെന്നുള്ളൊരു സംശയം. ഏതായിരുന്നാലും മെയ് മാസത്തിൽ നമ്മൾ സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണം വിതരണം നടത്തുന്നുണ്ട്. അപ്പൊ ആ കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഓഡിയൻസിനെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടും കൂടി ഒന്ന് ക്ലബ് ചെയ്താണ് നമ്മൾ പരിപാടി ഇന്ന് ഇവിടെ ആസൂത്രണം ചെയ്തത്. ഇപ്പോ എന്നെ കുറിച്ചൊക്കെ പറഞ്ഞാണെങ്കിൽ നമ്മളെ കനികുമാർ സാറൊക്കെ ഇവിടെ ഇരിക്കുന്നു. ലഹരി വിരുദ്ധം എന്ന് പറയാൻ നമുക്ക് പറ്റിയല്ല. കാരണം എന്താ, നമ്മളൊക്കെ ഓരോ തരത്തിലുള്ള ലഹരിക്ക് അടിമയാണ് അല്ലേ സാറേ? തീർച്ചയായിട്ടും നമ്മൾ ഓരോ ലഹരിക്ക് അടിമകളാണ്. ചിലർക്ക് പാട്ട് പാടുന്ന ലഹരിയാണ്, ചിലർക്ക് നൃത്തം ചെയ്യുന്ന ലഹരിയാണ്, ചിലർക്ക് എഴുത്തും വായന, എന്നെ പോലുള്ളവർക്കൊക്കെ എഴുത്തും വായനയും ലഹരിയാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ലഹരിയുണ്ട്. പക്ഷെ ആ ലഹരി അതിന് കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതല്ലെങ്കിൽ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീണ്ടുപോകുമ്പോഴാണ് അതിന് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് ലഹരിക്കെതിരെയല്ല, നമ്മൾ മയക്കുമരുന്നിനും നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന അതുപോലുള്ള വസ്തുക്കൾക്കും എതിരെയുള്ള ഒരു പ്രചാരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലഹരി എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് നമ്മുടെ CP അച്യുതൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ സാറ് വരാൻ അല്പം വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വേറൊരു പ്രോഗ്രാമിലാണ്. അതുകഴിഞ്ഞ് സാർ എത്തിക്കോളും. എത്തുമ്പോഴേക്കും നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നടത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് പരിപാടി നമ്മൾ നേരത്തെ തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലഹരി വിരുദ്ധ പരിപാടി, അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം, ഇത് രണ്ടുമാണ് നമ്മൾ ആസൂത്രണം ചെയ്തത്. അപ്പോ ലഹരി വിരുദ്ധ പരിപാടി നടത്തുന്നതിന് സാർ എത്തിച്ചേരാൻ അല്പം താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാം കൂടി ഇതിനകത്ത് ക്ലബ് ചെയ്തു. അതാണ് നമ്മുടെ ഒരു ആന്തരിക പ്രോഗ്രാമും. ഇന്നത്തെ മുഖ്യ പ്രഭാഷകനായിട്ട് കരുമാർ സാറിനെ വിളിച്ചു. സാറ് വരാമെന്ന് സമ്മതിച്ചു. നമ്മുടെ കഴിഞ്ഞ വാർഷികത്തിന് സാറിനെ വിളിക്കാനും ആദരവ് കൊടുക്കാനും ഒക്കെ ആലോചിച്ചതാണ്. അന്ന് അല്പം അസൗകര്യം സാറിന് ഉണ്ടായിരുന്നുകൊണ്ട് വന്നില്ല. ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞപ്പോഴേ സാർ അത് ഒക്കെ പറയുകയും ഇവിടെ എത്തിച്ചേരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതായിരുന്നാലും ഒരു ചെറിയൊരു ന്യൂനത പറ്റി നമ്മുടെ നോട്ടീസ് അടിച്ചപ്പോൾ സാറിന്റെ മുഖ്യപ്രഭാഷകൻ എന്നുള്ള ഭാഗം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് ഖേദപൂർവ്വം ക്ഷമ ചോദിക്കുകയാണ്. അദ്ദേഹത്തെ മുഖ്യപ്രഭാഷകരായിട്ട് തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതും രീതിയിൽ പരിഗണിച്ചിട്ടുള്ളതും. ഈ രണ്ട് കാര്യങ്ങൾ, അല്ല 3 കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രധാനമായിട്ടും നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടനുണ്ട്, മറ്റു പല പ്രഭാഷകരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്റെ ഒരു ഉപക്രമം എന്നുള്ളതിൽ മാത്രം ഒതുക്കിക്കൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഞാൻ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. വ്യാപകമായ വിധത്തിൽ യുവതയെ ആകെ വലിയ അപകടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന രാസലഹരിക്കെതിരായ യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ, മറുവശത്ത് രാജ്യം വിദേശത്തു നിന്നും ഉള്ളിൽ നിന്നും ഉൾപ്പെടെയുള്ള വലിയ ഭീഷണികളെ നേരിട്ട് ഏതാണ്ട് നമ്മളതിനെ അതിജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം അജയ്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ ഒരു പോരാട്ടത്തിലും കൂടി നമ്മൾ ഒരേ സമയം ഇരിക്കുകയാണ്. ഞാനിത് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടം നടത്തുമ്പോൾ അത് നമ്മൾ വാസ്തവത്തിൽ കിഴകുമ്പിൽ മാത്രമായി നടത്തുന്നു. ലഹരി വലിയ രാജ്യാന്തര ശൃംഖലകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ എന്ന് മാത്രമല്ല ദശലക്ഷക്കണക്കിന് കോടി ഡോളറിന്റെ വലിയ സാമ്രാജ്യം സുഖമായി വാണരുളുകയും അതിന്റെ സ്വാധീന വലയങ്ങൾ നമ്മുടെയൊക്കെ ചെറിയ 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 ഗ്രാമങ്ങളിലേക്ക് ഉൾപ്പെടെ വന്നു ചേരുകയുമാണ്. പോരാട്ടം സ്വാഭാവികമായും നാം 2 വിധത്തിൽ അതിനെ കാണേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ യോഗത്തിൽ നമ്മൾ ആ വിഷയം സൂചിപ്പിച്ചതാണ്. മയക്കുമരുന്ന് എന്ന് പറയുന്നത് പലപ്പോഴും പുതിയ ബ്രാൻഡ് രാസലഹരികൾ ഒറ്റ ഉപയോഗം കൊണ്ട്
അറിഞ്ഞോ അറിയാതെയോ കിട്ടുന്ന ഒറ്റ ഒരു ഉപയോഗം കൊണ്ട് അത് ആ മനുഷ്യനെ കീഴടക്കുകയും അദമ്യമായ വിധത്തിലുള്ള അതിനുള്ള അഭിവാഞ്ച വർദ്ധിപ്പിക്കുകയും തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആകെ കീഴടക്കുന്ന വലിയൊരു വിപത്താണ് ഈ രാസലഹരി ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന വ്യവസായം. ലോകത്തെ ഏറ്റവും ദുഷ്ടത നിറഞ്ഞ ആ വ്യവസായം വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ലഹരി ഇറക്കുമതി ചെയ്യുന്നതിൽ വരെ വന്നിരിക്കുക. അത് തെറ്റായ മാർഗങ്ങളിലൂടെ നേരല്ലാത്ത രീതിയിൽ അത് നമ്മുടെ നാട്ടിലെത്തിക്കുകയും അത് വ്യാപകമായി വിപണനവും വ്യാപനവും നടത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. അതിനുവേണ്ടി വൻതോതിൽ മുതൽ മുടക്കി ഗുണ്ടായിസം നടത്തി എല്ലാ വിധത്തിലുമുള്ള ചീത്ത പ്രവൃത്തികളിലൂടെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുക. അത് എത്തിക്കുന്നതിന് 2 ലക്ഷ്യമുണ്ട്. പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല, ഈ രാജ്യത്തെ യുവജനങ്ങളെ മറ്റു ചെറുപ്പക്കാരെ എല്ലാം ഒരു വിഭാഗത്തെ ആകെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരുടെ ക്രിയാശേഷി നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ മാനസികമായും ശാരീരികമായും തളർത്തി ഈ രാജ്യത്തെ തന്നെ തളർത്തുവാനുള്ള വലിയ ഗൂഢാലോചന കൂടി അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഒരു വശത്തുനിന്ന് ലാഭമുണ്ടാക്കാനും മറുവശത്ത് ഈ രാജ്യത്തെ നശിപ്പിക്കാനും വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനകളും കൂടി ഫലമായിട്ടാണ് ഈ രാസലഹരി ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതിനെതിരായ പോരാട്ടത്തിൽ ഞാൻ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, അറിഞ്ഞോ അറിയാതെയോ ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അറിഞ്ഞോ അറിയാം, നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവാം. നമ്മുടെ വീടുകളിലുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഒരു പക്ഷേ വല്ലാത്തൊരു കെട്ടകാലം കഴിഞ്ഞിട്ടായിരിക്കാം. നമ്മുടെയൊക്കെ ബന്ധുക്കളുടെ വീടുകളിലോ സുഹൃത്തുക്കളുടെ വീടുകളിലോ ഇത്തരത്തിൽ ഇതിന് അടിമപ്പെട്ടു പോയിട്ടുള്ള കുട്ടികളുണ്ടാകാം. നമ്മുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ വീടുകളിലോ നമ്മുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വീടുകളിലോ നമുക്ക് അറിയുന്ന പല വീടുകളിലും ഇത്തരത്തിൽ അടിമപ്പെട്ടു പോയിട്ടുള്ളവരുണ്ടാകും. അത്തരം ആളുകളെ കണ്ടെത്തുക എന്നൊരു ജോലി ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് തന്നെയാണ്. നമ്മുടെ റെസിഡന്റ് അസോസിയേഷനുകൾക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇടപെടാൻ കഴിയുക. കാരണം ഇതറിഞ്ഞാൽ പുറത്തു പറയാതിരിക്കുക എന്നൊരു രീതിയാണ് നമ്മൾ ഇതുവരെ പലരും അവലംബിച്ച് വന്നിട്ടുള്ളത്. പക്ഷെ ഒരു കുട്ടി മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയാതിരിക്കലല്ല വേണ്ടത്. ആ കുട്ടിയെ അവനാവശ്യമായിട്ടുള്ള ശാരീരിക വൈദ്യ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചികിത്സ നൽകുകയും ചെയ്യുക എന്ന ജോലിയാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, പെട്ടുപോയിട്ടുള്ളവരുടെ കാര്യത്തിൽ. അതിനുള്ള സഹായം തീർച്ചയായിട്ടും എല്ലാ റെസിഡന്റ് അസോസിയേഷനുകളും ചെയ്തു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ നമ്മുടെ പ്രദേശത്തൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ റെസിഡന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ പലപ്പോഴും വിളിച്ചു പറയാറുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കാറുണ്ട്. എന്നാൽ ഇത് പറയുമ്പോൾ നമുക്ക് പലർക്കും ഒരു സംശയമുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ വിവരങ്ങൾ പോലീസിലോ എക്സൈസിലോ അറിയിച്ചു കഴിഞ്ഞാൽ അറിയിക്കുന്ന ആളുടെ പേരെങ്ങാനും പുറത്തിറങ്ങിയ പ്രശ്നം അല്ലേ? അങ്ങനെ പേടി നമുക്ക് പലർക്കും ഇല്ലേ? ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യം ഞാൻ പറയണമോ, അതതിന്റെ വഴിക്ക് പൊക്കട്ടെ എന്ന് വിചാരിച്ച് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ആ ഒരു ഭയത്തിന് അടിസ്ഥാനമില്ല. കാരണം പോലീസും എക്സൈസും എല്ലാം തന്നെ, പോലീസിന്റെ തന്നെ വിമുക്തി എന്ന് പറയുന്ന സമയത്ത് ഭടൻ എന്ന് പറയുന്ന യോദ്ധാവ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ ധൈര്യമായി മെസ്സേജുകൾ അയക്കാം. ആ മെസ്സേജുകൾ കൃത്യമായിരിക്കണമെന്ന് മാത്രം. ഈ യോദ്ധാവ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് അയക്കുന്ന മെസ്സേജുകൾ യാതൊരു കാരണവശാലും ആരാണ് അയക്കുന്നതെന്ന് പുറത്തറിയില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മെസ്സേജ് കിട്ടും, അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ഇത് പുറത്തറിയാതെ തന്നെ, നമ്മുടെ പേരറിയാതെ തന്നെ ഈ വിവരങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഏകീകൃത ടെലിഫോൺ നമ്പറുകൾ വേണമെന്ന കാര്യം നമ്മുടെ റെസിഡന്റ് അസോസിയേഷനുകൾ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. അപ്പം എല്ലാ 3 മാസം കൂടുമ്പോഴും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ നമ്മളൊക്കെ ഈ കാര്യം അറിയിക്കുകയും അവരൊക്കെ ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ അങ്ങനെ സംവിധാനമുണ്ട്. നിങ്ങൾക്ക് ഭയലേശമില്ലാതെ ഇത്തരം കാര്യങ്ങൾ പോലീസിനെ അറിയിക്കാം, എക്സൈസിനെയും അറിയിക്കാം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇനിയും എന്റെ പേര് പുറത്തായ പ്രശ്നം ഉണ്ടാകുമെന്നൊരു ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി
നിങ്ങളുടെ സമീപത്തുള്ള റെസിഡന്റ് അസോസിയേഷന്റെ ഭാരവാഹികളെ അറിയിക്കുക. അവർക്ക് അതിനൊരു സംവിധാനമുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവർ മേഖലാ കമ്മിറ്റി വഴിയൊക്കെ ഈ കാര്യങ്ങൾ മുകളിലേക്ക് എത്തിക്കാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ പരിപൂർണമായ പിന്തുണ ലഭ്യമാക്കും. അപ്പൊ ഒരു വശത്ത് നിന്ന് അടിമപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ട ചികിത്സയും കൗൺസിലിങ്ങും കൊടുക്കുന്ന ജോലി നടത്തുന്നതോടൊപ്പം തന്നെ മറുവശത്ത് ലഹരിയുടെ വിപണനം, വ്യാപനം തുടങ്ങിയവയ്ക്കെതിരായി ഒരു വലിയ പോരാട്ടം നാം നടത്തേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഉൾപ്രദേശങ്ങളിൽ, നമ്മുടെ ചെറിയ ഉൾപ്രദേശങ്ങളിലെ റോഡുകളിൽ, ചെറിയ കവലകളിൽ, പലപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾതാമസമില്ലാത്ത വീടുകളിൽ, അല്ലെങ്കിൽ അക്വഡക്റ്റിന്റെ മുകളിൽ ഒക്കെ ലഹരിയുടെ വിപണനം നടക്കുന്നത് കാണാറുണ്ട്, അല്ലേ? നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത്തരം സ്പോട്ടുകൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ഇപ്പൊ കിഴവുമ്പിൽ അല്ലെങ്കിൽ കൂത്താട്ടുകുളത്ത് വ്യാപകമായി ലഹരി, രാസലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് വിൽക്കപ്പെടുന്നു എന്നൊരു പൊതുവായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായി ഇന്ന സ്ഥലത്ത്, പറ്റുമെങ്കിൽ ആ സ്ഥലത്തിന്റെ ഫോട്ടോ കൂടി, ഒരു വാഹനത്തിലാണ് ഇത് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതെങ്കിൽ ആ വാഹനത്തിന്റെ പടം അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾ, ഈ വക കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ലഹരിയുമായി, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യോഗമാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം എന്നുള്ളതിലേക്ക് ഞാൻ പറഞ്ഞതാണ്. ധൈര്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ ഇടപെടാം. പരിപൂർണമായ പിന്തുണ നിങ്ങളുടെ റെസിഡന്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പരിപൂർണമായ പിന്തുണ മേഖലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, പോലീസിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ, എക്സൈസിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ നടന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ എല്ലാ പാർട്ടികളും ഏകകണ്ഠമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു കാരണവശാലും ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. ഒരു കുഴപ്പമോ കാര്യത്തിലില്ല. അതാണ് അതിനെ സംബന്ധിച്ച്, ലഹരിയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ രണ്ടാമത്തെ കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ അനുശോചന പ്രമേയത്തിൽ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം സംസാരിക്കാതിരിക്കണം. എല്ലാം സാറ് പറയുന്നത് കേക്ക്, നമുക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. എല്ലാരും നിശബ്ദമായിരുന്നിട്ട് കേൾക്കണം. ഓക്കെ. അപ്പോ രണ്ടാമത്തെ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ട സംബന്ധിച്ചാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏറ്റവും ജനാധിപത്യപരമായി, ഏറ്റവും കൃത്യമായി ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം ലോകത്തെ എല്ലാ മാന്യമായ അന്തർദേശീയ നടപടിക്രമങ്ങൾക്കും അനുസൃതമായി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ രാജ്യത്തേക്ക് ഭീകരവാദികളെ, ഭീരുക്കളായ ആളുകൾ, ഭീകരവാദികളെ പറഞ്ഞു വിട്ട് നമ്മുടെ നാട്ടിലുള്ള നിരപരാധികളായ ആളുകൾ ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമുക്ക് പ്രതികരിക്കേണ്ടി വന്നത്. ആ ഒരു കാര്യത്തിൽ സന്തോഷമുള്ള, എനിക്ക് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു അഭിമാനമുള്ളത്, നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ധാരാളം വിമുക്ത ഭടന്മാർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. നമുക്ക് വേണ്ടി നമ്മളൊക്കെ ഉറങ്ങി സുഖമായി വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ ഉറക്കം ഉറപ്പുവരുത്താൻ വേണ്ടി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന നമ്മുടെ ഏറ്റവും ധീരരായിട്ടുള്ള സൈനികർക്ക് തീർച്ചയായും നാം അഭിവാദ്യങ്ങൾ അർപ്പിക്കേണ്ടതുണ്ട്. ഭീകരവാദികളെ നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് നിരപരാധികളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞപ്പോൾ പോലും നമ്മുടെ രാജ്യം കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്തു. കൃത്യമായ പദ്ധതിയോടുകൂടി, വളരെ കൃത്യമായ പദ്ധതിയോടുകൂടി, ഒരിക്കലും മറ്റാർക്കും ഒരു പക്ഷേ ഉപമിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കൃത്യമായ പദ്ധതിയോടുകൂടി നമ്മൾ അതിന് പ്രതികരണം നൽകുകയുണ്ടായി. തുടർന്ന് നമുക്കെതിരായി മോശപ്പെട്ട പല കഥകളും പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ റെസിഡന്റ് അസോസിയേഷനോട് പറഞ്ഞത്, പ്രതിസന്ധികൾ ഉണ്ടായാൽ നമ്മളെല്ലാവരും പലപ്പോഴും ഈ വീടുകളിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന കാര്യം, മോക്ക് ഡ്രില്ലിന്റെ കാര്യമൊക്കെ പലരും അറിഞ്ഞതല്ലേ, എന്നൊക്കെ എല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ കേരളം ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്തായതുകൊണ്ട് ആക്രമണ ഭീഷണി നമുക്ക് ഏറ്റവും അധികം വലിയ കാര്യമായിട്ട് ഉണ്ടാകില്ല എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയുണ്ടായി. പക്ഷെ എന്നാൽ കടല് വഴിയുള്ള ആക്രമണത്തിന്, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെ നമ്മുടെ റിഫൈനറി ഉൾപ്പെടെയുള്ള പ്രദേശം എന്നതിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടെ ടാർഗറ്റുകളായിരുന്നു. അതുകൊണ്ടാണ് ഈ വിവരങ്ങൾ നമ്മുടെ അസോസിയേഷനുകളെ അറിയിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ നമ്മുടെ റെസിഡന്റ് അസോസിയേഷനുകൾക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. ഈ റെസിഡന്റ് അസോസിയേഷനുകളുടെ ഒരു ചുമതലകളും രീതിയും ശൈലിയുമെല്ലാം
ഒത്തിരി മാറിയിട്ടുണ്ട്. പണ്ട് നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞാണോ കാര്യം, നമ്മുടെ പണ്ടൊക്കെ റെസിഡന്റ് അസോസിയേഷനുകൾ വെറുതെ കൂടിയിരുന്ന് കമ്മിറ്റി കൂടി ചായ കുടിച്ച് പിരിയുന്ന അസോസിയേഷനുകളായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ വളരെ ഇപ്പൊ നിങ്ങളുടെ അസോസിയേഷൻ നോക്കൂ, ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന നിരവധി ആളുകളുള്ള വലിയ ടീമാണ് ഇവിടെ ഉള്ളത്. ഒരാളല്ല, 1-2 പേരല്ല, അല്ലെ? കൃത്യമായി വളരെ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന പല വിവിധ മേഖലകളിൽ അനുഭവ സമ്പത്തുള്ള, നന്നായി കാര്യങ്ങൾ ചിട്ടയായി പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാമതൊരു ടീമാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ അത്തരം ടീമിനെ ഏറ്റെടുക്കാൻ കഴിയുന്ന വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ നമ്മൾ ഇനി ഏറ്റെടുക്കേണ്ടി വരും. കാരണം എനിക്ക് പ്രിയപ്പെട്ട ശ്രീമൻ ഹരികുമാർ ഉൾപ്പെടെയുള്ള ആളിരിക്കുമ്പോൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിനാണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകുക. പണ്ട് ഈ കൂത്താട്ടുകളും നാട് എവിടെയാണെന്ന് ചോദിച്ചാൽ കൂത്താട്ടുകളുമാണെന്ന് പറയുമ്പം ചില ആൾക്ക് സംശയത്തിൽ കോട്ടയത്താണ് എറണാകുളം ജില്ലയിലാണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ 10 അക്ഷരം തികച്ചു വായിക്കുന്ന ഒരാളുടെ മുമ്പിൽ പോയി നിങ്ങളുടെ നാട് എവിടെയാണ് കൂത്താട്ടുകളുമാണെന്ന് പറയുമ്പോൾ ഹരികുമാറിനെ അറിയുമോ എന്ന് ചോദ്യമുണ്ട്. കൂത്താട്ടുകളുമാണ് എന്ന് പറയുമ്പോൾ ഹരികുമാറിനെ അറിയുമോ എന്ന് ചോദ്യമുണ്ട്. CJ തോമസിന്റെ നാട് എന്ന് അറിയുന്നതിൽ നമുക്കൊരു അഭിമാനമുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ അക്ഷര ലോകത്ത് CJക്ക് ശേഷം എനിക്ക് തോന്നുന്നത് പുതിയ കാൽവയ്പ്പുകൾ നടത്തുന്ന പുതിയ തലമുറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നമ്മുടെ ഹരിചേട്ടനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല. പക്ഷെ എന്തായാലും റെസിഡന്റ് അസോസിയേഷനുകളുടെ ശൈലികൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ എണ്ണം 11.5 ലക്ഷത്തിലേറെയാണ്. 11.5 ലക്ഷത്തിലേറെ വീടുകൾ ആൾതാമസമില്ലാതെ കിടക്കുക. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ പല ആളുകളും വിദേശത്തേക്ക് പോയതുകൊണ്ടും പഠിക്കാൻ പോയതുകൊണ്ടും ഒക്കെ വീടുകളിൽ ആളില്ല, അല്ലെങ്കിൽ അവരൊക്കെ വിദേശത്ത് ജോലി ചെയ്യുകയായിരിക്കും. പക്ഷേ ആൾതാമസമില്ലാത്ത വീടുകളെക്കാൾ കൂടുതൽ വീടുകളിൽ ഒരാളോ 2 ആളോ, ഒരു പ്രായമായ പുരുഷനോ സ്ത്രീയോ മാത്രം, അല്ലെങ്കിൽ ഒരു പ്രായമായ വല്യപ്പനും വല്യമ്മയും മാത്രമായി താമസിക്കുന്ന വീടുകളുണ്ട്. അതും വരും ഏതാണ്ട് 10-14 ലക്ഷം വീടുകൾ. അപ്പൊ നമ്മുടെ റെസിഡന്റ് അസോസിയേഷനുകളുടെ പ്രധാനപ്പെട്ട ഒരു ചുമതല ഇനി മുതൽ അത്തരം ആളുകളെ, അത്തരം വീടുകളെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒരാൾ മാത്രമായി അല്ലെങ്കിൽ 2 പേർ മാത്രമായി താമസിക്കുന്ന വീടുകളിൽ അവർക്ക് വേറെ ആരോടും സംസാരിക്കാൻ പോലും ഉണ്ടാവില്ല. അവർ അനുഭവിക്കുന്ന ഏകാന്തത വളരെ വലുതായിരിക്കും. ഒരു പച്ചക്കറി വാങ്ങാൻ പോലും സ്വന്തമായി മാർക്കറ്റിൽ പോയി വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് അതിന് ചിലപ്പോൾ ഒരു സഹായി ഉണ്ടാവും. രാവിലെ വൈകുന്നേരം കുറച്ച് എന്തെങ്കിലും വേവിച്ച് കഴിച്ചതിന് ശേഷം രാത്രിയിൽ കിടന്ന് ഉറങ്ങുക, ഉറക്കം വരില്ല. പിറ്റേ ദിവസം രാവിലെ വീണ്ടും എഴുന്നേൽക്കുക, പത്രം ഒന്ന് വായിക്കും. പിന്നെ ഇതേ ശൈലി തന്നെ എല്ലാ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത്തരം ആളുകൾക്ക് വല്ലപ്പോഴും ആ വീടുകളിലൊന്ന് പോയി എന്നാ വലിയ വിശേഷം അല്ലെങ്കിൽ വലിയ വിശേഷം എന്നൊന്ന് ചോദിക്കാൻ നമ്മുടെ അസോസിയേഷൻ കഴിയണം. അവർക്ക് മറ്റാരും അറിയാതെ, ഒറ്റയ്ക്ക് ഒരാൾ താമസിക്കുന്ന ഒരു വീട്ടിൽ മറ്റാരും അറിയാതെ പെട്ടെന്നൊരു ബുദ്ധിമുട്ട്, ഒരു നെഞ്ചുവേദന വന്നാൽ അവർക്ക് ആരെയും വിളിക്കാനില്ല. അത്തരം ആളുകളുടെ മേൽ നമുക്ക് ഒരു കണ്ണു വേണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറയാറുണ്ട്, പണ്ടൊക്കെ കേരളത്തിലൊക്കെ ഉൾപ്പെടെ കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, എല്ലാ അണുകുടുംബങ്ങളും. പക്ഷെ നമ്മളൊക്കെ ഒരു പക്ഷേ കുറെ നാൾ കഴിഞ്ഞ് വീണ്ടും ഇത്തരത്തിൽ ഒറ്റയ്ക്കും 2ആയിട്ടുമൊക്കെ താമസിക്കുന്ന ആളുകൾ വീണ്ടും ഒരുമിച്ചുള്ള താമസത്തിലേക്ക്, ചെറിയ കുഞ്ഞു ഫ്ലാറ്റുകളിലോ അല്ലെ കുഞ്ഞിച്ച് ഒരു മുറിയും അടുക്കളയും മാത്രമുള്ള വീടുകളിലേക്കൊക്കെ മാറേണ്ട സമയം ഒരുപക്ഷെ വരാം. അന്ന് അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരിക നമ്മുടെ റെസിഡന്റ് അസോസിയേഷനിലേക്ക്. ഞാനിത് പറയുന്ന ഇപ്പോഴത്തെ രീതി വെച്ചിട്ടല്ല, നിങ്ങളൊരു 15 വർഷം കഴിയുമ്പോൾ ആ കാര്യം എടുത്തു വയ്ക്കും. അന്ന് ഈ പറയുന്ന എനിക്കും പ്രായമാവും, എന്റെ ഒപ്പം ഉള്ള മിക്കവാറും പേർക്കും അന്ന് പ്രായമാവും. ഞങ്ങളൊക്കെ അപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്കിതൊക്കെ വേണ്ടി വരും. അപ്പൊ അന്നത്തെ കാലത്ത് റെസിഡന്റ് അസോസിയേഷനുകളായിരിക്കും നമുക്കൊരു താങ്ങും തണലുമായി കൂടെ നിൽക്കാനുണ്ടാവുക. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇപ്പോഴേ നമുക്ക് ഒരുങ്ങി വരേണ്ടതുണ്ട്. അത് ചെയ്യേണ്ടതുണ്ട്. വനിതാ സംരംഭങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. പച്ചക്കറി കൃഷി നിങ്ങൾ പല വീടുകളിൽ മനോഹരമായി വീടുകളിലെ അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിക്കുക, സൃഷ്ടിക്കുന്ന ജോലി ചെയ്യുകയുണ്ടായി. നമ്മുടെ വീടുകളിൽ സ്വന്തമായി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി വളരെ ആവേശകരമായി ചെയ്ത നിരവധി ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമീപത്തുള്ള പല റെസിഡന്റ് അസോസിയേഷനുകളിലും വനിതാ കമ്മിറ്റികൾ സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്.
ആ സംരംഭങ്ങൾ പലതും വളരെ വിജയകരമായി നടന്നു വരുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും നന്നായിട്ട് ഇടപെടാൻ കഴിയുന്ന അസോസിയേഷനുകൾ ഒരെണ്ണമാണ് നിങ്ങളുടെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് നമുക്ക് നല്ല ടീമിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം സാഹിത്യ നിരൂപണ രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞു. ശ്രീമൻ ഹരികുമാറിന്റെ പേര് പറഞ്ഞെങ്കിലും തൊട്ടിപ്പുറ ഇരിക്കുന്ന സുകുമാരൻ സാറ് ചെറു കവിതകളും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കവിതകളും കഥകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു, ചേർത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എത്രയോ പേർ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഇനിയും സ്വന്തം കഴിവ് പുറത്ത് തെളിയിക്കാൻ കഴിയാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അവരെ കൂടി നമുക്കൊന്ന് കണ്ടെത്തണം. ആ കുട്ടികളുടെ കൂടി ഇരിക്കുന്ന കുട്ടികളിൽ പലർക്കും ഇത്തരം കഴിവുകൾ ധാരാളമായിട്ടുണ്ടാകാം. നമുക്ക് അവരെ കൂടി ഒന്ന് തേച്ചു മിനുക്കി എടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ വളരെ കാര്യമായി ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഈ ലഹരി വിരുദ്ധ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ വന്ന് മറ്റു കാര്യങ്ങൾ അധികം പ്രസംഗിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് അധികം നീട്ടാതെ എന്റെ ചെറു പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. റെസിഡൻസ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒരെണ്ണം നമ്മൾ ഇപ്പോഴും ഓർക്കുക. ജനപ്രതിനിധികൾക്ക് വലിയ പിന്തുണ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമുക്ക് ജനപ്രതിനിധികൾ പിന്തുണ തരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പ്രദേശത്തുള്ള വികസന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി ചോദിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയും. അതിനകത്ത് ഒരു കാര്യമുള്ളത്, കൂത്താട്ടുളം ടൗണിന്റെ മാസ്റ്റർ പ്ലാൻ വന്ന സമയത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് ആ മാസ്റ്റർ പ്ലാന്റെ വിഷയത്തിൽ ഇടപെട്ട റെസിഡൻസ് അസോസിയേഷൻ. നമ്മളൊരു വലിയ നിർദ്ദേശം കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യം കൈയടിച്ചവർക്ക് ഒന്നുകൂടെ കൈയടിക്കുന്ന അവസരം തരാം. അതായത് നമ്മുടെ പ്രദേശത്തൊക്കെ ധാരാളം സ്ഥലം ഈ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ പുറമ്പോക്ക്, KICBയുടെ സ്ഥലം, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ, MVIP, ഇങ്ങനെ നിരവധി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സഹകരണ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കെട്ടിടങ്ങളും സ്ഥലങ്ങളും വെറുതെ കിടക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നു. ഇപ്പൊ നമ്മുടെ കിഴവുമ്പിൽ തന്നെ 8 ഏക്കർ അല്ലേ, നമ്മുടെ MVIPയുടെ 8 ഏക്കർ സ്ഥലം ഒരുമിച്ച് കിടക്കുന്നു, കൂത്താനത്ത് കിടക്കുന്നു, KICBയുടെ ഉണ്ട്. അപ്പൊ ഇത്തരം സ്ഥലമെല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി വിനിയോഗിക്കാൻ പലപ്പോഴും കഴിയാറില്ല. അപ്പൊ റെസിഡന്റ് അസോസിയേഷന്റെ മുൻകൈ നമ്മൾ നിർദ്ദേശം ഗവൺമെന്റിന് മുന്നിൽ വെച്ചിരുന്നു. ഇത്തരത്തിൽ ഉപയോഗക്ഷമമല്ലാതെ അല്ലെങ്കിൽ നിലവിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന മുഴുവൻ വസ്തുക്കളുടെയും കെട്ടിടങ്ങളുടെയും സ്ഥലങ്ങളുടെയും ഒരു ലിസ്റ്റ്, ഒരു മാപ്പ് പോലെ രേഖപ്പെടുത്തി തയ്യാറാക്കുകയും വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഇത്തരം സ്ഥലം ആവശ്യം വരുന്നോ, ഇല്ല വികസന പ്രശ്നങ്ങൾക്ക് എപ്പോൾ ആവശ്യം വരുന്നോ ആ സമയത്ത് അത്തരം വസ്തുക്കൾ ഉപയോഗിക്കാൻ കഴിയുന്നവരിൽ അതിനൊക്കെ നമ്പറിട്ട് സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഉണ്ടാക്കണം എന്ന് നമ്മൾ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് നിവേദനം കൊടുത്തു. ആദ്യഘട്ടത്തിൽ അതിന് വേണ്ടത്ര ഒരു പരിഗണന കിട്ടിയില്ല എന്നൊരു സംശയം നമുക്കുണ്ടായി. പക്ഷേ ആ വിഷയം ഗവൺമെന്റ് വിശദമായി പഠിക്കുകയും ഇത്തരത്തിൽ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ അറിയുന്നു. അത് അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന് മാതൃകയാവുന്ന ഒരു പദ്ധതി ആയിരിക്കും അത്. അതിന്റെ ഉപജ്ഞാതാക്കൾ നമ്മുടെ റെസിഡന്റ് അസോസിയേഷനുകളാണ് എന്ന കാര്യം കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾ, ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് ഉൾപ്പെടെയുള്ള പുതിയ ആശയങ്ങൾ സമൂഹ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടും നമ്മുടെ പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുമുള്ള പുതിയ ആശയങ്ങൾ കൂടി നിങ്ങളുടെ അസോസിയേഷന്റെ കമ്മിറ്റികൾ ഏറ്റവും നന്നായി ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഇച്ഛാശക്തിയുമായി രംഗത്തിറങ്ങണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ ഇവിടെ എപ്പോഴും നിങ്ങൾ നൽകി വന്നിട്ടുള്ള സ്നേഹത്തിന് തിരിച്ചും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. കാവ്യ നർത്തകി എന്ന പാട്ടാണ് ഞാൻ പാടുന്നത്. മഹാകവിയുടെ 100ാം ജന്മവാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാട്ട് ഇവിടെ പാടാം, നിങ്ങൾക്ക് വേണ്ടി പാടാം എന്ന് ഞാൻ തീരുമാനിച്ചത്. ഇത് ഞാൻ തയ്യാറായി വന്നതൊന്നുമല്ല, പക്ഷെ ഇപ്പൊ ഒരു സമയം കിട്ടിയത് കൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. കനകച്ചിലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി കടമിഴി കോണുകളിൽ
നമ്മയങ്ങി കതിരുതീർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടകളിലൊളിയലകൾ ചിന്നി അഴകോരുടലാമ പോലി മതിമോഹന ശുഭനർത്തനമാടും മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും ഇടചേർന്നൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടുനെടുവീർപ്പുകൾക്കിടയിലും കൂടി അതിധന്യകളൊടു കന്യകൾ മണിവീണകൾ മീട്ടി അപ്സരോരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമൊന്നിൽ സ്പന്ദിക്കും മധുര സ്വരവീതികൾ തന്നിൽ താളം നുരനുരയായി നിരയിട്ടിച്ചു തങ്ങി താമരത്താരുകൾ പോത്തത്തിലയ ഭംഗി സതതം സുഖസുലഭത തന്നിറ പറവച്ചു ഋതുശോഭകൾ നിൻ മുന്നിൽ താലം പിടിച്ചു തങ്കത്തരിവളയിളകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പസുഖമകൾ ചാമരം വീശി സുരഭില മൃഗമതിലകിതാപാലം സുമസമസുലളിത മൃദുലകപോലം നളിനദല മദമോഹന നയന വിലാസം നവസുന്ദ സുമസുന്ദര വരമന്ദഹാസം ഘനനീല വിപിന സമാനസുകേശം കുനുകുന്തളവലയാങ്കിത കർണാങ്കികദേശം മണികനകാഭൂഷിതാലിളിതകളാളം മമ മുന്നിലെന്തൊരു സൗന്ദര്യമേളം മുനിമാരും നുകരാത്ത സുഖചക്രവാളം ഉണരുന്നു പുളകിതം മമ ജീവനാളം ഇടവിടാതടവികളും ഗുഹകളും ശ്രുതി കെട്ടിയ ജഡതൻ ജ്വരജൽപ്പന മയമായ മറയുന്നു വിരിയുന്നു മമ ജീവൻ തന്നിൽ മലയാള കവിതേ നിൻ മുന്നിൽ. ഞാൻ ഇത്രയും പാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും പാടാം.